എന്നെ സംബന്ധിച്ചിടത്തോളം കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോടോ അതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ അമ്മ പോട്ടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വചനോത്സവം കൊണ്ടുവന്ന് എൻ്റെ കരുതുന്നുണ്ട് പറയും, നീ ഇതൊക്കെ വായിക്കടാ, അച്ഛന്മാരോട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെറിയൊരു തീപ്പൊരി എൻ്റെ ഹൃദയത്തിൽ വീഴാനിടയായിട്ടുണ്ട്. 1982 ഏപ്രിൽ മാസം 24 എൻ്റെ ഓർഡിനേഷൻ. എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞപ്പോൾ 43 വർഷമായി. ഈ 43 വർഷത്തിനിടയ്ക്ക് ഗലീലയിൽ വെച്ച് ഒരു കരിസ്മാറ്റിക് ധ്യാനം അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെ സഹായിക്കാനായിട്ട് മാത്യു നായ്ക്കമ്പറമ്പിലച്ചനും ജോർജ് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭാഷാവരത്തുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടാ. ധ്യാനം നടക്കുന്ന 3-ാം ദിവസം ഒരു വലിയ സംഘത്തെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തൃശ്ശൂർ രൂപതയിൽ നിന്നും പല ഇടവയിൽ നിന്നും വളരെ പ്രസിദ്ധരായിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ. അവിടെ നിന്ന് ഒരു ദിവസം 3-ാമത്തെ ദിവസം വലിയൊരു മഴയുടെ ആരവമാണ് കേൾക്കുന്നത്. കുറച്ച് സ്ഥലത്തല്ലേ പന്തലിട്ടിട്ടുള്ളൂ. അവിടെ നിന്നും ആൾത്താരിൽ നിന്ന് പറഞ്ഞു, മധ്യസ്ഥ സമൂഹത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ ആരംഭിക്കാനായിട്ട്. ആ സ്വരം അവിടെ ഉണ്ടായിരുന്ന മധ്യസ്ഥ ഗ്രൂപ്പിലെ ലീഡർ ഞങ്ങളെ അറിയിച്ചു. ഞാനിങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണ്, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല, വായ തുറന്ന് സ്തുതിക്കാൻ അറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന അഭിഷേകം ആ മധ്യസ്ഥാനത്തിലുണ്ടായി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും അറിയാതെ സാവൂളിൻ്റെ ഉള്ളിലേക്ക് പ്രവാചകന്മാരോടൊപ്പം കടന്നു വന്നപ്പോൾ അവനും അവരോടത്ത് പ്രവചിക്കാൻ തുടങ്ങി. അവൻ മറ്റൊരു മനുഷ്യനായി തീർന്നതുപോലെ ആ മധ്യസ്ഥ പ്രാർത്ഥനാ സമൂഹത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അധരത്തിൽ വെച്ച് തന്ന പ്രാർത്ഥനയാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന, ഭാഷാവരത്തിൻ്റെ പ്രാർത്ഥന. അന്നു മുതലാണ് ഞാനിങ്ങനെ ചിന്തിച്ചു, ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞതുപോലെ ജീവിതം വെറുതെ തുരുമ്പ് പിടിച്ച് കളയുന്നേക്കാൾ നല്ലത് യേശുവിന് വേണ്ടി അധ്വാനിച്ച് തേഞ്ഞ് ഇല്ലാതെയായി തീരുന്നതല്ലേ നല്ലത്. അതെൻ്റെ ഹൃദയത്തിൽ അടിച്ചു. വെറുതെ തുരുമ്പ് പിടിച്ചെങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേശ്ശെ വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും, അങ്ങനെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലും ആളൂർ ധ്യാന മന്ദിരത്തിലും അട്ടപ്പാടി ധ്യാന മന്ദിരത്തിലും അങ്ങനെ ധ്യാനത്തിൽ സംബന്ധിച്ചു. അതിനുശേഷം എല്ലാ ധ്യാന മന്ദിര ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, അച്ഛാ ഇവിടെ ഒരു ധ്യാനമന്ദിരം ആരംഭിക്കാനൊരാഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒന്ന് പനക്കല്ലച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു ഓർക്കുന്നു, കൊളത്തുവയിൽ വർക്കിയച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. ഓരോ ധ്യാനമന്ദിരം എനിക്കറിയില്ല എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരു സത്യം ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ കരത്തിലെ ഒരു ഉപകരണമായി തീരാൻ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചോളാൻ. അങ്ങനെ കർത്താവിൻ്റെ കാര്യത്തിൽ ഒരു ഉപകരണമായി തീരാൻ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അങ്ങനെ പൂങ്കുന്നം പള്ളിയിലെ ഇടവക വികാരിയായിരുന്നു ഞാൻ. അവിടെ 4 വർഷക്കാലം അവിടെ സേവനം ചെയ്തപ്പോൾ ചെറിയ പ്രാർത്ഥനകൾ നടത്താൻ, ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് പോകാൻ, അവിടെ ഉണ്ടാകുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. 1986 റോമിൽ പഠിക്കാൻ പോയി. സെലസ്റ്റിയാന യൂണിവേഴ്സിറ്റിയിൽ ദി കാറ്റഗറ്റിക്സ് ആൻഡ് പാസ്റ്റർ കെയർ എന്ന വിഷയം പഠിച്ചു. നാട്ടിൽ നിന്ന് അവിടുന്ന് പഠനം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോൾ ദേവമാതാ പ്രവിശ്യയിലെ പാസ്റ്ററൽ കൗൺസിലറായി എന്നെ തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി അഭിവന്യ പിതാവ് ദിവംഗതനായിരിക്കുന്ന കുണ്ടുകുളം പിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തോടെ ജെറുസലം വചന കൂടാരത്തിൻ്റെ അടിത്തറ വീഴുകയാണ്. അന്ന് അവിടെ ഇഷ്ടിയ മണ്ണെടുത്ത കുഴിയായിരുന്നു. ആ ഇഷ്ടിയ കുഴിയൊക്കെ എങ്ങനെ നികന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാനും നാളുകൾക്കുള്ളിൽ കുരിശാകൃതിയിൽ നിന്നുകൊണ്ടാണ് ആദ്യത്തെ ശുശ്രൂഷ ആരംഭിച്ചത്. ഇന്ന് അതൊരു വലിയ ശുശ്രൂഷയായി മാറി. ജെറുസലം വചന കൂടാരത്തിൽ ഏത് ശുശ്രൂഷ നടക്കുമ്പോഴും കുരിശിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുക.
അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ തിരിപ്പിക്കച്ഛാ, തിരിപ്പിക്ക്. എനിക്ക് മനസ്സിലായില്ല എന്താ തിരിപ്പിക്കച്ഛാ. പിന്നീടാണ് മനസ്സിലായത് 4 ദിക്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ 4 ദിക്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് രാത്രി, അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പിറ്റേ ദിവസം ഒരു അപ്പച്ചൻ വന്ന് പറഞ്ഞ് ഇപ്രകാരമാണ്: 13-14 വർഷങ്ങളായി ഒരു വസ്തുവിൽപ്പ് എനിക്ക് തടസ്സമായി നിൽക്കുകയായിരുന്നു. 4 വശത്തെയും തിരിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരമുയർത്തി ആ വസ്തുവിൽപ്പനയ്ക്കായി പ്രാർത്ഥിച്ചു. ഫാദറെ, ഇന്നലെ ഒരാൾ വന്ന് ആ ഭൂമിക്ക് കരാറ് ചെയ്തു. കണ്ടോ, ദിക്കുകളുടെ കെട്ടുകൾ അഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞാൽ, കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞാൽ സഭയുടെ കെട്ടുകൾ അഴിയുമെന്ന് പൂർണ്ണമായിട്ടും ദൈവമായ പരിശുദ്ധാത്മാവ് നിർദ്ദേശം തരികയായിരുന്നു. അങ്ങനെ വളർന്നു. അങ്ങനെ കുറേശ്ശെ താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ പ്രത്യേകമായി തുടങ്ങേണ്ടത്? അപ്പോഴാണ് ഒരപ്പച്ചൻ വൈകിട്ട് വന്ന് എന്നോട് പറഞ്ഞ്, ഫാദറെ, ഇവിടെ ധ്യാനമൊക്കെ തുടങ്ങിയല്ലോ, നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അച്ഛൻ്റെ മനസ്സിലുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷമാശനായിരുന്നു ഫാദർ ഡേവിസ് പനക്കൽ. എൻ്റെ ധ്യാനമന്ദിരത്തിൻ്റെ വളർച്ചയുടെ പിച്ച വയ്ക്കാനും സഹകരിക്കാനും മൂശയ്ക്ക് അഹ്റോൻ എന്ന പോലെ ഉണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക. 25 വർഷങ്ങൾക്കപ്പുറത്ത് ജെറുസലേം വചന കൂടാരത്തിൽ ആരംഭിച്ച ശുശ്രൂഷയാണ് ബൈബിൾ ഗ്രാമം. ഇന്ന് അതിൻ്റെ കുട്ടികൾക്ക് അതിൻ്റെ സമ്മാനങ്ങൾക്ക് കൊടുത്തത് പോട്ട ആശ്രമത്തിലെ ഫ്രാൻസിസ് അച്ഛനാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി അവരെ അനുഗ്രഹിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2000 കുട്ടികൾ അവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. 25 വർഷം കൊണ്ട് അവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ഇന്ന് അതിലെ ആദ്യത്തെ 2-3 ബാച്ചിൽ നിന്നായിട്ട് 10 ബൈബിൾ ഗ്രാം വിദ്യാർത്ഥികൾ വിവിധങ്ങളായ സെമിനാരിയിൽ പഠിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം. ഈ വർഷത്തിൽ 2026 6 MBBS സ്റ്റുഡൻസ് അതിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളതാണ് രണ്ടാമത്തെ റിസൾട്ട്. അതിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള 13ഓളം സിസ്റ്റേഴ്സ് വിവിധങ്ങളായ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു രംഗം. ഏകദേശം 5ഓളം സിസ്റ്റേഴ്സ് ഇപ്പോൾ അവിടെ പ്രൊഫസഡ് സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുസഭയെ, മച്ചിയായിരിക്കുന്ന സഭയെ പുഷ്പിതമാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം കാണിച്ചു തന്ന ഒരു ശുശ്രൂഷയാണ് ബൈബിൾ ഗ്രാം ശുശ്രൂഷ. എൻ്റെ അപേക്ഷ ഇതാണ്: ഒരു രൂപതയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ ഗ്രാമം ആരംഭിച്ചുകൂടെ? വയസ്സ് 3 വയസ്സിനും 4 വയസ്സിനും ഇടയ്ക്കായിട്ട്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് അത് ആരംഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ജെറുസലേം വചന കൂടാരത്തിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ ജോഅച്ഛനോട് ചോദിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ തന്നത്. രണ്ടാമത്തെ കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യം സഹനപ്പൂക്കൾ എന്ന് പറയുന്ന ശുശ്രൂഷയാണ്. നമ്മൾ ധ്യാനമന്ദിരത്തിൽ വരുന്ന വളരെ സഹനത്തിൻ്റെ വേദന നിറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ സഹനപ്പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളുണ്ട്, അനക്കാൻ പറ്റുന്നില്ല; കാലുകളുണ്ട്, നടക്കാൻ പറ്റുന്നില്ല; കണ്ണുകളുണ്ട്, കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഏകദേശം 100ഓളം ഫാമിലികളിൽ ഞാൻ പോയി അവരെ നേരിട്ട് സംസാരിച്ചു. അവരുടെ ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്തു. അവരൊക്കെ ആവശ്യപ്പെട്ടത്, ഫാദറെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി, ഞങ്ങൾ മൊബൈൽ ഫോണിലൂടെയാണ് കാണുന്നതെന്ന്, നേരിൽ കാണാൻ ഒരു അവസരം ഒരുക്കി തരുമോ? ഞാൻ പറഞ്ഞു, ഒരുക്കാമെന്ന്. അങ്ങനെ 3 ദിവസത്തെ ഒരു ധ്യാനം അവർക്ക് വേണ്ടി ജെറുസലേം വചന കൂടാരത്തിൽ സംഘടിപ്പിക്കുകയാണ്. 100 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 1-2 സ്റ്റാൻഡ് ബൈകളും. അന്ന് സഹായിക്കാൻ കടന്നു വന്നിരുന്ന യേശുദാസ്, ഷിബ എന്ന് പറയുന്ന ദമ്പതിമാർ ഇവിടെ ഇടയ്ക്ക് പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ യേശുദാസ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ദുഃഖം അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ യേശുദാസേ? അവർ ആംബുലൻസ് കൊണ്ടിട്ട് ഫ്രീ ആയിട്ട് ആളുകളെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകാൻ കൊണ്ടിട്ടതാണ്. യേശുദാസ് പറയാണ്, 31 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. നിത്യജീവൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ യേശുദാസും
ഷീബയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വീഴുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ജീവൻ തരാനും അത് സമർത്ഥമായി തരാൻ വേണ്ടിയിട്ടാണല്ലോ കർത്താവ് വന്നത്. നിനക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്ത ഈ ദമ്പതിമാർ ഈ സേവന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ, തിരുവചന ശക്തിയാൽ അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ ഒരു കൈക്കുഞ്ഞുമായി കടന്നു വരാൻ ഇവർക്കും അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നത്തെ വർഷം വിശുദ്ധ ബലിയിൽ ഒരു മാസാദി വെള്ളിയാഴ്ച, ഇന്ന് ഒരു മാസാദി വെള്ളിയാണ്, എലിയപ്പയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് യേശുദാസും ഷീബയുമായി ഒരു കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഹൃദയം ത്രസിച്ചു. എന്ന് പറഞ്ഞാൽ ചാരം മൂടിക്കിടക്കുന്ന കനലാണ് നമ്മൾ ഓരോരുത്തരും. വൈദികരായാലും ശുശ്രൂഷകരായാലും പ്രേക്ഷിതരായാലും അപ്പസ്തോലന്മാരായാലും ചാരം മൂടിക്കിടക്കുന്ന കനലാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയായാൽ നമ്മുടെ ഈ കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനം 50 വർഷം പിന്നിടുമ്പോൾ ഉള്ളതിൻ്റെ വലിയ ജ്വാല, തീജ്വാലകളായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ 4000 പേര് 4 വർഷം കഴിയുമ്പോൾ തീജ്വാലകളായി ഇവിടുന്ന് പുറത്തു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നു. സാധാരണ ചെയ്യുന്ന ശുശ്രൂഷ വിട്ട് മറ്റൊരു ശുശ്രൂഷ ചെയ്യുമ്പോഴല്ലേ പുതുമയുണ്ടായിത്തീരുന്നത്. ദൈവമായ കർത്താവ് പറഞ്ഞു, നേരത്തെ ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ വചനം കേൾക്കാത്ത പക്കലേക്ക് കടന്നു ചെല്ലുക. അങ്ങനെ 17 മാസങ്ങളായി ആരംഭിച്ചിട്ട് സ്ട്രീറ്റ് മിനിസ്ട്രി. വിളിക്കാതെ പോകുന്നു. ഏതെങ്കിലും കവലയിൽ പോകും, ഞങ്ങൾ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കൂടെ ബൈബിൾ ഗ്രാമിലെ കുഞ്ഞുങ്ങളുണ്ടാകും. ഞാൻ ഇങ്ങനെ പറയും, അൽത്താരി എന്ന് പറയുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടോടെ ഉണ്ടെങ്കിലും ഒരിക്കലും വചനം കേൾക്കാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ കുഞ്ഞുമക്കളുടെ വിതയ്ക്കപ്പെടുന്ന വചനത്തിൽ നിന്ന് 10-20 വർഷം കഴിയുമ്പോൾ അത്ഭുതകരമായ അനുഗ്രഹം ഈ മണ്ണിൽ മുളയ്ക്കട്ടെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ 17 സ്ഥലങ്ങളിൽ അത് നടന്നു. ഒരു ബൈക്ക്, പിന്നെ അവിടെ വരുന്ന പരിസരത്തിൽ കുറച്ച് ആൾക്കാർ വന്നുകൂടും. പേട്ടയിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാർ, കൂലിക്കാർ, ഇത് കഴിയുമ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യമായിട്ടാണ് വിളിക്കാതെ ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഫാദറെ കണ്ടത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്ട്രീറ്റ് മിനിസ്ട്രി അങ്ങനെ ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കണം. നമ്മുടെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം 50 വർഷം പിന്നിടുമ്പോൾ എന്താണ് പുതിയത് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്? നമ്മൾ കാലങ്ങളായി കേട്ടുപരിചയമുള്ള ആന്തരിക സൗഖ്യ ധ്യാനം, അതുപോലെ തന്നെ മറ്റു ധ്യാനങ്ങൾ, ഇങ്ങനെ പല ധ്യാനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. പുതിയ ഉൾക്കാഴ്ചകൾ കൊടുക്കാൻ യുവജനം മുന്നോട്ട് വന്നാൽ ഈ കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനം മറ്റൊരു തലത്തിലേക്ക് ഉയരും. ഞങ്ങളൊക്കെ പ്രായമായി തുടങ്ങി. പഴയ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ കാലത്തേക്ക് കടന്നു വരുമ്പോൾ പുതിയ മുഖങ്ങൾ കാണാനായിട്ട്, പുതിയ കാഴ്ചപ്പാട് കാണാനായിട്ട്. നേരത്തെ കണ്ടില്ലേ, ഒരു സ്കിറ്റ് കണ്ടില്ലേ? അവിടെ പറഞ്ഞില്ലേ, പോകുവിൻ പ്രഘോഷിക്കുവിൻ എന്ന്. അങ്ങനെ കർത്താവിൻ്റെ വലിയതായിരിക്കുന്ന പ്രഘോഷകരും പ്രചാരകരുമായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ 4000 പേരെന്നാണ് എന്നോട് എൻ്റെ സഹപ്രവർത്തനം കൂട്ടുകാരനും ഒരുക്കുന്ന ജോച്ചൻ പറഞ്ഞത്. കാണുന്നുണ്ട് ആൾക്കാരെ, അറ്റങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ ഇടവകകൾ തോറും പ്രത്യേകമായ വിധത്തിൽ ഞങ്ങൾ എന്താണ് ഈ രൂപതയെ വളർത്താൻ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ കേരള സഭയെ വളർത്താൻ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുത്തിയിരുന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് പുതിയ ഉൾക്കാഴ്ചകളുമായി പുതിയ ഉദ്യമ സംരംഭത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഈ കേരള കരിസ്മാറ്റിക് ജൂബിലി ഇവിടെ ആഘോഷിക്കുമ്പോൾ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഒരു 75 വർഷം കഴിയുമ്പോൾ വലിയ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ നായ്ക്കമ്പർമേലച്ഛനും പനക്കലച്ഛനും മാത്യു അച്ഛനും വിൻസെൻഷൻ കോൺഗ്രിഗേഷനും ഒക്കെ ആയിരുന്നു ആരംഭകാലത്ത് എൻ്റെ സഹായികൾ. ഇന്ന് ജെറുസലേം വചന കൂടാരത്തിൽ ഏകദേശം 320ഓളം പ്രേക്ഷിതരുണ്ട്. ഇവിടെ ഈ ആഗോള കൺവെൻഷൻ നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വിവിധങ്ങളായ ഭവനങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഓരോ ഇടവകൾ തോറും ഒരു ചെറിയ മധ്യസ്ഥ സമൂഹം ഉണ്ടാകട്ടെ. ഓരോ രൂപതകളെ അതിനെ നയിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടാകട്ടെ. അഭിവന്യ പിതാക്കന്മാരുടെ നിർദ്ദേശത്തോടും ഇടവക വികാരിച്ചൻ്റെ സമ്മതത്തോടും കൂടി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ച് പ്രത്യേകമായ വിധത്തിൽ ഇനിയുള്ള 25 വർഷക്കാലം എങ്ങനെ നയിക്കണമെന്ന് ഒരു തീരുമാനത്തിൽ നീങ്ങാൻ കർത്താവ് നമ്മെ എല്ലാവരും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഒരു എളിയ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 31 വർഷമായി ഞാൻ അവിടെ ഒരു എളിയ ശുശ്രൂഷകനായി ഒരു ഡയറക്ടറായി ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് കർത്താവ് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.